ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഫൗണ്ടേഷൻസ് ഓഫ് AI. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഫീൽഡിൽ നിന്ന് മാത്രം വരുന്ന കാര്യമല്ല, അത് പല ഫീൽഡുകളുടെയും ഒരു കോമ്പിനേഷനാണ്. അപ്പം അത് ഏതൊക്കെ ഫീൽഡിൻ്റെ കോമ്പിനേഷൻ ആണെന്നും ഏതൊക്കെ ഐഡിയാസ്, വ്യൂ പോയിൻറ്റ്സ്, ടെക്നിക്സ് ഒക്കെയാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ നോക്കാനായിട്ട് പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫിലോസഫിയാണ്. ഓക്കെ, ഞാനിപ്പം പറയുന്ന ഓരോ ഫീൽഡിൽ ഒരു ക്വസ്റ്റ്യൻസ് പറയുമ്പോഴത്തേനും നിങ്ങൾ തന്നെ റിലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു ആർട്ടിഫിഷ്യൽ AI ഏജൻറ്റിനെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കും. ഇപ്പോൾ ഒരു സിറിയോ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഓട്ടോണമസ് ഡ്രൈവിംഗ് കാറോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ മനസ്സിൽ വിചാരിച്ച് നിങ്ങളിതിനെ കോറിലേറ്റ് ചെയ്യാൻ നോക്കുക. ഫസ്റ്റ് വൺ ഫിലോസഫിയിൽ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു നോളേജിനെ നമ്മൾ ഇൻറ്റേർണലി റെപ്രസെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ തോട്ടിനെ അനലൈസ് ചെയ്ത് എന്ത് ആക്ഷൻ എടുക്കണം എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ് ഫിലോസഫി ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം ക്യാൻ ഫോർമൽ റൂൾസ് ബി യൂസ് ടു ഡ്രോ വാലിഡ് കൺക്ലൂഷൻസ്. ഇപ്പം നമ്മളുടെ സിറി തന്നെ എടുക്കാം. ഓക്കെ, സിറിയുടെ സിറിയും നമ്മുടെ ബ്രെയിനുമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്യാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ ഒരു സെറ്റ് ഓഫ് റൂൾസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഇൻഫർമേഷൻ ഉണ്ടാവും. ആ ഒരു ഇൻഫർമേഷനിൽ നിന്ന് നമ്മൾ വാലിഡ് കൺക്ലൂഷൻസ് ഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുമോ? ഒരു മനുഷ്യൻ്റെ ബ്രെയിൻ അതല്ലേ ചെയ്യുന്നത്. നമുക്കറിയാവുന്ന കാര്യങ്ങൾ വെച്ചിട്ടല്ലേ നമ്മളൊരു കൺക്ലൂഷൻ ഡ്രോ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പം ഒരു ഹ്യൂമൻ ബ്രെയിനോ അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ്റെ തോട്ട് പ്രോസസ്സിനെയും ഒരു മെഷീൻ്റെ തോട്ട് പ്രോസസ്സിനെയും കൂടെ മാപ്പ് ചെയ്യാനായിട്ടാണ് നമ്മളിവിടെ ഫിലോസഫിയിൽ ശ്രമിക്കുന്നത്. ഹൗ ഡസ് മൈൻഡ് അറൈസ് ഫ്രം ഫിസിക്കൽ ബ്രെയിൻ? നമുക്കറിയാം മൈൻഡ് എന്ന് പറയുന്നതും ഫിസിക്കൽ ബ്രെയിനും രണ്ട് രീതിക്ക് വർക്ക് ചെയ്യുന്നത്. നമുക്ക് ചിലപ്പോഴൊക്കെ മൈൻഡ് ഒരു സെപ്പറേറ്റ് ഫിസിക്കൽ എൻറ്റിറ്റി ആയിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടാവും അല്ലേ? അതെങ്ങനെയാണ്? നോളേജ് എവിടെ നിന്നാണ് വരുന്നത്? എങ്ങനെയാണ് ഒരു നോളേജ് ആക്ഷനിലോട്ട് ലീഡ് ചെയ്യുന്നത്? നിങ്ങളിപ്പോൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു റോബോട്ട്, ഓക്കെ, എന്തെങ്കിലും ഒരു ആക്ഷൻ ചെയ്യുന്ന ഒരു റോബോട്ട്, അപ്പം അതിനൊരു സെറ്റ് ഓഫ് നോളേജ് ഉണ്ട്. ആ ഒരു നോളേജിനെ എങ്ങനെ ആക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യണം എന്നീ കാര്യങ്ങളൊക്കെയും നമുക്കൊരു മനുഷ്യനെ കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് നമ്മളുടെ മെഷീനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എത്ര വാലിഡ് ആണ് എന്നുള്ളത് നമ്മളിവിടെ പറയുന്നത്. ഇനീഷ്യലി അരിസ്റ്റോട്ടിലാണ് ഈ ഒരു റാഷണൽ പാർട്ട് ഓഫ് ദ മൈൻഡിനെ പറ്റിയിട്ട് കൂടുതൽ സ്റ്റഡിയും കാര്യങ്ങളൊക്കെ ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹോബ്സ് വന്ന് ഐഡിയ ഓഫ് എൻ ആർട്ടിഫിഷ്യൽ ആനിമൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സജഷൻ മുന്നിൽ വെക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടാവുക. അപ്പം ഈ ഒരു ഫിലോസഫിയിൽ നിന്നും നമുക്ക് മനസ്സിലായ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു AIയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത കുറച്ച് ടേംസ് ഉണ്ട്. ഫസ്റ്റ് തിങ് റാഷണലിസം. പറഞ്ഞ പോലെ തന്നെ ഡൂയിങ് റൈറ്റ് എന്നുള്ളതാണ് റാഷണലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡ്യൂവലിസം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരു മനുഷ്യ ശരീരത്തിൽ ഒരു ഡ്യൂവൽ നേച്ചർ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 2 പാർട്സ് ഉണ്ട്. നമുക്ക് ഫിസിക്കലായിട്ടൊരു ബ്രെയിൻ ഉണ്ട്, ഹ്യൂമൻസിന് സോൾസ് അല്ലെങ്കിൽ സ്പിരിറ്റ്, മൈൻഡ് എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പം ആത്മീയതയുണ്ട്, അല്ലാതെ ഭൗതികതയുമുണ്ട്. ഓക്കെ, അപ്പം അതാണ് ഡ്യൂവലിസം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ മെറ്റീരിയലിസം എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമ്മളുടെ ബ്രെയിനിൻ്റെ ഓപ്പറേഷൻ, ഫിസിക്സിനെ വെച്ചിട്ട് ബ്രെയിനിൻ്റെ ഓപ്പറേഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ് മെറ്റീരിയലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻഡക്ഷൻസ് നമുക്കറിയാം അല്ലേ? ഇൻഡ്യൂസ് ചെയ്യുക, നമുക്കുള്ള അറിവ് വെച്ചിട്ട് നമ്മൾ അടുത്ത് അസോസിയേറ്റ് ചെയ്ത് പോവുക. അപ്പം നമ്മൾ മാത്സിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ, മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സംഭവമാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ലോജിക്കൽ പോസിറ്റിവിസം. അപ്പം ലോജിക്കൽ പോസിറ്റിവിസം എന്ന് പറയുന്നത് ലോജിക്കൽ തിയറികളെ കണക്ട് ചെയ്ത്, ഇൻപുട്ടിനെ കണക്ട് ചെയ്ത് നമ്മൾ ഡിറൈവ് ചെയ്യുന്ന നോളേജിനെയാണ് ലോജിക്കൽ പോസിറ്റിവിസം എന്ന് പറയുന്നത്. കൺഫർമേഷൻ തിയറി എന്ന് പറയുന്നത് എക്സ്പീരിയൻസിൽ നിന്നും എടുക്കുന്ന നോളേജ്. അപ്പം ഇതൊക്കെ ഇത്രയും ടേംസ് നമ്മളിവിടെ ഡിനോട്ട് ചെയ്യുന്നത്? നോളേജ് എങ്ങനെ നമ്മൾക്ക് കിട്ടുന്നു, ആ നോളേജിനെ എങ്ങനെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നു, എങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നു, അതിനെ എങ്ങനെ ആക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു എന്നീ കാര്യങ്ങളൊക്കെ ഫിലോസഫി നമുക്ക് പഠിപ്പിച്ചു തരും. സെക്കൻഡ് ഫീൽഡ് എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് ആണ്. മാത്തമാറ്റിക്സ് ഇല്ലാണ്ട് നമുക്കൊരിക്കലും ഒരു AIനെ നമുക്ക് ഫീൽഡിലോട്ട് ഇറക്കാനായിട്ട് സാധിക്കില്ല. അത് ചുമ്മാ തിയറി നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം എഗെയിൻ റൂൾസ്, വാലിഡ് കൺക്ലൂഷൻ എങ്ങനെയാണ് ഡ്രോ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഫിലോസഫി തന്നെ പഠിച്ച കാര്യമാണ്. പക്ഷെ അതിനെങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാം, അതിനെ ഇപ്പം അൺസർട്ടിനിറ്റി എന്നുള്ളൊരു സംഭവം വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം.
മാത്തമാറ്റിക്സിൽ നമുക്കുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ അൽഗോറിതംസ്, കമ്പ്യൂട്ടേഷൻസ്. അപ്പോൾ അതായത് നമ്മൾ ചുമ്മാ അവിടെ തിയറി പറഞ്ഞു വെക്കുകയല്ല ചെയ്യുന്നത്, അതിനായിട്ടുള്ള സെപ്പറേറ്റ് പ്രൂഫ്സും കാര്യങ്ങളൊക്കെ കൊണ്ട്. മാത്തമാറ്റിക്സിൽ പ്രൂഫ് ഇല്ലാണ്ട് തിയറീസ് തന്നെ എന്താണ് അതിനൊരധികം വാല്യൂ ഇല്ലാത്ത പോലെ തന്നെയാണ്. അപ്പം മാത്തമാറ്റിക്സിൽ നമുക്ക് പ്രൂഫുണ്ട്, അല്ലെങ്കിൽ ഒരു ആക്ഷനെ എങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും, എങ്ങനെ നമുക്ക് സ്ഥാപിക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് മാത്തമാറ്റിക്സിൽ പറയുന്നത്. മാത്തമാറ്റിക്സിലുള്ള 3 ഫീൽഡ്സ്, ഇമ്പോർട്ടൻറ്റ് ഫീൽഡ്സ് എന്ന് പറയുന്നത് ലോജിക്, കമ്പ്യൂട്ടേഷൻ, പ്രോബബിലിറ്റി. ഇനി പ്രോബബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ. കാരണം എന്താണെന്നറിയോ, നമ്മൾക്ക് എപ്പോഴും എന്തൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാലും അത് നടക്കും, അത് 100% നടക്കും എന്നുള്ള ഒരു ഐഡിയ ഇവിടെ നടക്കത്തില്ല. ഓക്കെ, ഇപ്പം നമ്മളിപ്പം നമ്മുടെ മിനി പ്രൊജക്റ്റിനും മേജർ പ്രൊജക്റ്റിനൊക്കെ നമ്മുടെ പ്രൊജക്റ്റ് നമ്മൾ പറയുമല്ലോ ടീച്ചേഴ്സിന് മുന്നിൽ, അപ്പോൾ ഇത് ഉറപ്പായിട്ട് ഇവർ വർക്ക് ചെയ്യും. ഒരിക്കലും ഒരു 100% എഫിഷ്യൻറ്റ്, 100% റിലയബിളോ അല്ല. അപ്പം അവിടെ ഒരു പ്രോബബിലിറ്റിയുടെ ഫാക്ടർ വരുന്നുണ്ട്, ഒരു അൺസർട്ടനിറ്റിയുടെ ഫാക്ടർ വരുന്നുണ്ട്. അപ്പോൾ തോമസ് ബേസ് ഈ ഒരു പ്രോബബിലിറ്റി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് കൊണ്ടുവരുമ്പോഴേ അത് കംപ്ലീറ്റ്ലി ഈ ഒരു AI ഫീൽഡിൽ വളരെയേറെ എന്താണ് ഒരു ഗ്രേറ്റസ്റ്റ് കോൺട്രിബ്യൂഷനായി മാറിയ ഒരു സംഭവമാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. കാരണം എന്താണ്, ശരിയാവാനും ആവാതിരിക്കാനും ഉള്ള ചാൻസസ് ഉണ്ട്. അതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നതും എക്കണോമിക്സ് ആണ്. എക്കണോമിക്സ് എന്ന് പറയുമ്പോഴത്തേന് നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നത് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക, അല്ലേ, കോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിൽ വരുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്നത് പേ ഓഫിൻ്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കും. പക്ഷേ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ഡിസിഷൻ ചൂസ് ചെയ്താലാണ് എനിക്ക് മാക്സിമം ഔട്ട്പുട്ട് കിട്ടുക. അപ്പം ഇത് ഔട്ട്പുട്ടിൻ്റെ കാര്യം അല്ലെങ്കിൽ ഔട്ട്കമ്മിൻ്റെ കാര്യമാണ് ഇവിടെ വരുന്നത്. എങ്ങനെയാണ് നമ്മൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഈ ഒരു ഔട്ട്പുട്ട് ഫ്യൂച്ചറിൽ കുറയുമോ കൂടുമോ എന്നീ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എക്കണോമിക്സ് വെച്ചിട്ട് അനലൈസ് ചെയ്യുന്നത്. അപ്പം എന്താണ് പ്രിഫറബിളി ആ ഒരു സെറ്റ് ഓഫ് ചോയ്സസിനെയാണ് നമ്മൾ എക്കണോമിക്സിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം ഇവിടെ നമ്മൾ ഡിസിഷൻ തിയറി എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അപ്പോൾ ഡിസിഷനും പ്രോബബിലിറ്റിയും യൂട്ടിലിറ്റിയും എല്ലാം കൂടെ ഒരുമിച്ച് കമ്പൈൻ ചെയ്താണ് നമ്മളിവിടെ ഡിസിഷൻ എടുക്കുന്നത്. ഓക്കെ, അപ്പം അതാണ് എക്കണോമിക്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഫീൽഡിൻ്റെ കോൺട്രിബ്യൂഷൻ അത്രയാണ്. അടുത്തത് ന്യൂറോ സയൻസ്. വളരെ ഈസിയാണ് അല്ലേ. വാട്ട് ഈസ് ന്യൂറോ സയൻസ്? ഇറ്റ്സ് എ സ്റ്റഡി ഓഫ് ദ നെർവസ് സിസ്റ്റം. വാട്ട് ഈസ് വൺ ഓഫ് ദ മെയിൻ പാർട്ട് ഓഫ് ദ നെർവസ് സിസ്റ്റം? ദാറ്റ്സ് ദ ബ്രെയിൻ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്രെയിൻ എങ്ങനെയാണ് ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യുന്നത്, ബ്രെയിൻ എങ്ങനെയാണ് കാര്യങ്ങൾ മാപ്പ് ചെയ്യുന്നത് എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് ഉറപ്പായിട്ടും നമുക്ക് ബ്രെയിനിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. സോ ദാറ്റ് ഈസ് ദ റീസൺ വൈ ന്യൂറോ സയൻസ് ഇസ് ഇൻ ദ ലിസ്റ്റ്. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് സൈക്കോളജി എന്ന് പറയുന്നത് ഇവിടുത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഡു ഹ്യൂമൻസ് ആൻഡ് ആനിമൽസ് തിങ്ക് ആൻഡ് ആക്ട്? എഗെയിൻ ഹ്യൂമൻസിനെ മാത്രമല്ല, ആനിമൽസ് എന്ന് പറയുന്നതും ഇതുപോലെ ചിന്തിച്ച് നമ്മളുടെ ഹ്യൂമൻസിൻ്റെ അത്രയും ഇൻ്റലിജൻ്റ് അല്ല ആനിമൽസ് എങ്കിലും അവർക്കും ഒരു മെക്കാനിസം ഉണ്ടല്ലേ തിങ്ക് ചെയ്യാനും ആക്ട് ചെയ്യാനും ഒക്കെ. അപ്പം അതൊക്കെ മനസ്സിലാക്കാനൊക്കെ ആയിട്ടാണ് നമ്മൾ സൈക്കോളജി പെർസ്പെക്റ്റീവ് നോക്കുന്നത്. അടുത്തത് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോഴത്തേനും എഗെയിൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ നമുക്ക് കമ്പ്യൂട്ടറൈസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു എഫിഷ്യൻ്റ് ആയിട്ട് മാറ്റാനായിട്ട് നമുക്ക് ആൽഗോറിതംസ് ഉണ്ടാവും, അല്ലേ, ഒരു സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് ഉണ്ടാവും. അതൊക്കെയാണ് നമ്മൾ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ പഠിക്കുന്നത്, ഡെവലപ്മെൻറ്റും ടെസ്റ്റിങ്ങും കാര്യങ്ങളുമൊക്കെ. കൺട്രോൾ തിയറി ആൻഡ് സൈബർനെറ്റിക്സ് എന്നാണ് അടുത്തത്. അപ്പം അതെങ്ങനെയാണ്, ഇപ്പം ഒരു കൺട്രോൾ ചെയ്യുക എന്നത്, ഇപ്പം നമ്മൾ ടാപ്പ് തുറക്കുമ്പോഴത്തേനും വെള്ളം വരുന്നുണ്ടല്ലേ, നമ്മൾ ടാപ്പിൻ്റെ നോബ് തിരിക്കുമ്പോഴത്തേനും ആ ഒരു ഫ്ലോ റെഗുലേറ്റ് ചെയ്യുന്നുണ്ടല്ലേ. അപ്പം ഈ ഒരു സെറ്റ് ഓഫ് ഇങ്ങനെയല്ല, ഈ ഒരു സെറ്റ് ഓഫ് അല്ലെങ്കിൽ ഈ ഒരു തിയറീസിനെയൊക്കെയാണ് നമ്മൾ കൺട്രോൾ തിയറിയുടെ കീഴിൽ പ്ലേസ് ചെയ്യുന്നത്. ഇപ്പം ഒരു റോബോട്ട് ഒരു വെള്ളം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു തീ വന്നു ഒരു ഏരിയയിൽ, ഓക്കെ, അപ്പോൾ ഇത് പോയിട്ട് വെള്ളം നനയ്ക്കുകയാണ്, ആ ഒരു വെള്ളം അതവിടെ കെടുത്താനായിട്ട് ശ്രമിക്കുകയാണ്, ആ തീ കെടുത്താനായിട്ട് ശ്രമിക്കുകയാണ്. ഇത് ആദ്യം അടിച്ച് തന്നെ ഫോഴ്സിൽ വെള്ളം അടിച്ചുകൊണ്ട് വെള്ളം അവിടെ വേസ്റ്റ് ചെയ്യുകയാണ്. അപ്പം തീ കാരണം വെള്ളം അടിക്കുമ്പോൾ കുറഞ്ഞു വരുമല്ലോ. അപ്പം അതിനനുസരിച്ച് നമ്മളുടെ ഈ ഒരു വെള്ളം നമ്മൾ സ്പ്രിങ്കിൾ ചെയ്യുന്നതും കുറഞ്ഞു വരുവാണെന്നുണ്ടെങ്കിൽ റെഗുലേറ്റ് ചെയ്യുക, ഫ്ലോയിനെ റെഗുലേറ്റ് ചെയ്യുക, അതൊക്കെ ഈ ഒരു സെക്ഷനിൽ വരുന്നതാണ്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ലിംഗ്വിസ്റ്റിക്സ്. എഗെയിൻ ഹൗ ഈസ് എ ലാംഗ്വേജ് റിലേറ്റഡ് ടു തോട്ട്? ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് എങ്ങനെയാണ് കൺവേ ചെയ്യുന്നത്?
ഹൗ ക്യാൻ യു റിലേറ്റ് ലാംഗ്വേജ് ആൻഡ് തോട്ട്. ഞാനിപ്പം എൻ്റെ റോബോട്ടിൽ ഞാനിപ്പോൾ ഇങ്ങനെ, അല്ലെങ്കിൽ പോട്ടെ ചാറ്റ് ജി പി ടി ഞാനിപ്പോൾ എന്തെങ്കിലും അടിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, ഞാൻ ഇംഗ്ലീഷിൽ അടിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, പ്ലീസ് റൈറ്റ് മീ എൻ എസ്സേ ഓൺ പൊല്യൂഷൻ എന്ന് പറഞ്ഞ് അടിച്ചു കൊടുക്കുകയാണ്. എങ്ങനെയാണ് ചാറ്റ് ജി പി ടിക്ക് മനസ്സിലാവുന്നത്? ഇതിങ്ങനെയാണ്, ഇത് ഈ ഒരു ടോപ്പിക്കായിട്ട് റിലേറ്റഡ് ആണ്. ഓരോ വേർഡ്സിനെയും പ്രോസസ്സ് ചെയ്യണം, ഓരോ വേർഡ്സിൻ്റെയും മീനിങ് പഠിക്കണം. ഓക്കെ, അങ്ങനെയാണ് ലിംഗ്വിസ്റ്റിക്സ് എന്നുള്ളത് ലൈക്ക് ആ ഒരു ഫീൽഡുമായിട്ട് റിലേഷൻ വരുന്നത്. ലിംഗ്വിസ്റ്റിക്സും എ ഐ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും വളരെ ഏറ്റവും കൂടുതൽ ഇൻ്റർസെക്റ്റ് ചെയ്ത് കിടക്കുന്ന 2 ഫീൽഡാണ്. സോ അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയും നമ്മൾ പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഐയുടെ ഫൗണ്ടേഷനായിട്ടുള്ള ഫീൽഡ്സ് ഒക്കെയാണ് നമ്മൾ പഠിച്ചത്.